ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടുള്ള ഏരിയയാണ്. ജനറൽ സർവീസ് അതേപോലെ തന്നെ കിക്കറിൻ്റെ സ്പ്രിങ് ഒടിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ കിക്കർ അടിക്കുമ്പോൾ താഴേക്ക് പോയി കിടക്കും. സെൽഫ് വർക്ക് ചെയ്യില്ല. അതേപോലെ തന്നെ സെൽഫിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാർനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, ജനറലായിട്ട് സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ബാക്ക് വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് പൊട്ടി കിടക്കുകയാണ്, അത് നമുക്ക് മാറ്റിയിടണം. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഹബിനായാലും വേറെ കംപ്ലയിൻ്റ് ഇല്ല, ടയർ പുതിയതാണ്. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, കമ്പനി ഫിൽറ്ററാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉള്ള ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫുൾ ഡെഡാണ് കേട്ടോ, സ്റ്റിൽ ഡെഡായിട്ടിരിക്കുകയാണ്. 2020 ബാറ്ററിയാണ്, ഫുൾ ഡെഡാണ്. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാറ്ററി മാറ്റണം. അതേപോലെ തന്നെ സെൽഫ് സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, സെൽഫ് സ്വിച്ച് മാറ്റിയിടണം. പിന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പാർക്ക് ബൾബ് വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സൈഡ് ബൾബ് പോയി കിടക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. കിക്കറിൻ്റെ സ്പ്രിങ് പൊട്ടിയാണ് കിക്കറിന് താഴേക്ക് കിടക്കാൻ കാരണം. അപ്പോൾ നമ്മൾ സൈഡ് അഴിച്ചിട്ടുണ്ട്, എൻ്റെ കിക്കർ സ്പ്രിങ് അഴിച്ച് മാറ്റുന്നുണ്ട്, സ്പ്രിങ് പൊട്ടിപ്പോയേക്കണം കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടാം. അപ്പോൾ നമുക്ക് ഈ കവർ അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. കാർബൺ എഞ്ചിൻ ഹെഡിനകത്ത് ഇച്ചിരി കരിയുടെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് ക്ലീൻ ചെയ്തിടാം. പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ വേറെ അങ്ങനെ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഫസ്റ്റിലത്തെ കുറച്ച് നേരത്തേക്ക് ഒരു ഏർപ്പെടുത്തും പോലെ ഉണ്ട്, അത് നമ്മുടെ കാർബേറ്ററിൻ്റെ പ്രോബ്ലമാണ്. അത് പരമാവധി അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ കാർബേറ്റർ തൽക്കാലം അഴിക്കാതിരിക്കുക, കാരണം ഓവർഫ്ലോൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്, E20 പെട്രോളുള്ളൂ. അത് ഉപയോഗിക്കുമ്പോൾ ഒട്ടുമിക്ക വണ്ടിയുടെ കാർബറേറ്ററുകൾ കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻറ്റ് ഇല്ലാതെ നമ്മൾ ചാടി കയറി അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കാതിരിക്കണതാണ് ബുദ്ധി. പരമാവധി നോക്കാം. എന്തെങ്കിലും മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരുമോ, മിസ്സിങ് കംപ്ലയിൻറ്റോ അതല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഈ അടിയിലെ പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് പോകുന്ന കംപ്ലയിൻറ്റ് വരും, ഓവർഫ്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാർബറേറ്റർ അഴിച്ചാൽ മതി കേട്ടോ. തൽക്കാലം അങ്ങനെ ഓടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഏകദേശം ഒരു കണ്ടീഷൻ. ഞാനപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം, നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 5 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക്. ഞാൻ കഴിഞ്ഞതിൻ്റെ അനുസരിച്ച് വിളിച്ചോളാം കേട്ടോ. പിന്നെ ഈ സൈഡൊക്കെ നമുക്ക് ഒന്ന് അഴിച്ചൊന്ന് കഴുകിയിടാം, കാരണം അതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് അത്യാവശ്യം ചെടിയും മൊത്തം മാറാലെയും ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡ് ഡോറും സീറ്റൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യാം, ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യാം. ഇത് അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലെ ചെളിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, നമുക്ക് പുറമേ നിന്ന് ഉള്ള ചെളി പോവും, ഉള്ളിലെ ചെളിയൊന്നും പോകാനും നിൽക്കും. അപ്പോൾ ഒന്ന് അഴിച്ച് കഴുകിയാൽ നല്ലതാണ്. അപ്പോൾ അതിനകത്ത് ബോഡി വാഷിംഗ് ആണെങ്കിൽ 150 രൂപ, ബോഡിയൊക്കെ അഴിച്ച് കഴുകുമ്പോൾ അതിന് 300 വരും. അപ്പോൾ നോക്കിയിട്ട് ഞാനപ്പോൾ ഓപ്പൺ വാഷിങ്ങിനുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് ഇടാം. വേണ്ടാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ കേട്ടോ, കാരണം ചെയ്തു പോയാൽ നല്ലതാണ്. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചേസ് എവിടെയെങ്കിലൊക്കെ തുരുമ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴുകി കഴിയുമ്പോൾ കൃത്യമായിട്ട് കാണാനും പറ്റാതെ പെയിൻറ്റ് ടച്ച് ചെയ്തിടാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണേ. അപ്പോൾ അതിനകത്ത് നമ്മൾ വീൽ റബ്ബർ, ബാറ്ററി, എൻജിൻ ഓയിൽ, അതേപോലെ തന്നെ സെൽഫിൻ്റെ സ്വിച്ച്, മീറ്ററിലെ പാർക്ക് ബൾബ്, അതേപോലെ കിക്കറിൻ്റെ സ്പ്രിങ്, ക്ലച്ച് ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലെ എൻഡ് ബുഷ് ഒടിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. ക്ലച്ച് ലിവറൊക്കെ ചെറിയ ബെൻഡാണ്, അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല. എൻഡ് ബുഷ് പറഞ്ഞിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി വാട്ടർ സർവീസ്, ഓപ്പൺ ആയിട്ടുള്ള വാഷിങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിൽ ഇടാം കേട്ടോ. ടൈം ഒന്ന് റിപ്ലൈ ഇട്ടേക്കണേ.